അപ്പോൾ ഞാനിപ്പോൾ ഈ തൊടുപുഴ ഉറവപ്പാറ അമ്പലത്തിൽ വന്നാട്ടോ. അപ്പോഴാണ് കൈകൊട്ടിക്കളി ടീമിനെ കണ്ടത്. വിശ്വശ്രീ വള്ളിയാനിക്കാട്ടമ്പ കുടുംബശ്രീ അല്ല വിശ്വശ്രീ വള്ളിയാനിക്കാട്ടമ്മ വീരനാട്യം കൈകൊട്ടിക്കളി ടീം. ആ ടീമിന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ചേച്ചിയാണ് ലീഡർ ടീമിന്റെ. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു. ടീമിനെ പറ്റി ടീം ഞങ്ങള് മൊത്തം 12 പേരാണ്. ജസ്റ്റ് ഞങ്ങൾ ഇവിടെ ഒരു എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അമ്പലത്തിൽ. എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടി വന്നതുകൊണ്ട് കുറച്ച് പേര് വന്നല്ലേ. ബാക്കിയുള്ളവരുടെ പേരും കൂടെ ബാക്കിയുള്ളവരുടെ പേര് എന്റെ പേര് ജിയ. എന്റെ പേര് ആര്യ. ശ്രീലക്ഷ്മി. സാന്ദ്ര. ഇനിയുള്ളവരെന്ന് പറയുന്നത് തൃഷ്ണ, അമ്മു, അമൃത, കുറച്ച് പേരും കൂടെ ഉണ്ട്. ആശ, കുറച്ച് പേരുണ്ട്. ഇവിടെ പരിപാടി കിട്ടിയോ നിങ്ങൾക്ക്? പരിപാടി ഉണ്ട്. അതായത് ഫെബ്രുവരി മാസം 10-ാം തീയതി ഇവിടെ ഉണ്ട്. ഫെബ്രുവരി മാസം 10-ാം തീയതി ഇവിടുത്തെ ഉത്സവമാണോ? ഇവിടുത്തെ ഉത്സവമാണ്. എത്ര മണിക്കാ? 9 മണിക്കാണ് ഞങ്ങളുടെ പ്രോഗ്രാം പറഞ്ഞേക്കുന്നത്. ഇത് മാത്രമേ വേറെ അല്ല, ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. 2 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ. തൈപ്പൂയ മഹോത്സവമാണ്. അപ്പം ഞങ്ങളുടെ പ്രോഗ്രാം 10-ാം തീയതിയാണ്. അതല്ലേ. തൊടുപുഴയാണോ നിങ്ങളുടെ പ്രോപ്പർ സ്ഥലം? ഞങ്ങൾ തൊടുപുഴയാണ്. എത്ര വർഷമായി ഇതിങ്ങനെ? 2 വർഷമായിട്ടുണ്ട്. 2 വർഷമായി അല്ലേ? ഇത് 2ാമത്തെ വർഷം. അത്യാവശ്യം പരിപാടികളൊക്കെ ഉണ്ടോ? ഒത്തിരി പരിപാടി സ്റ്റേജ് ഇപ്പൊ നിലവിൽ ഒരു 10-30 സ്റ്റേജ് ചെയ്തു. ആളുകളൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര സ്റ്റേജ് കിട്ടിയത്. 2 വർഷം കൊണ്ട് ഇത്ര സ്റ്റേജ് കിട്ടിയല്ലോ. ലോങ് ഒക്കെ പോവാ? അത്യാവശ്യം പരിപാടി കിട്ടി. കോതമംഗലാണ് ഏറ്റവും കൂടുതൽ ദൂരെ പോയേക്കുന്നത്. ലോങ് വായിക്കണം അല്ലേ? അത് കഴിഞ്ഞ് ലോങ് കിട്ടിയാലും പോകും. തീർച്ചയായിട്ടും പോകും. അപ്പോൾ വീഡിയോ വരുന്നവരൊക്കെ ഇവർക്ക് ചെറിയ സ്റ്റേജുകളൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ചേച്ചിനെ മറ്റേ ഡാൻസ് കണ്ടവരുണ്ടെങ്കിൽ കമന്റും കൂടെ ചെയ്യണം കേട്ടോ. എന്നാലേ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇൻസ്റ്റയുടെ ഐഡിയും കൂടെ പറഞ്ഞു. ഇൻസ്റ്റയുടെ ഐഡി വിശ്വശ്രീ വള്ളിയാനിക്കാട്ടമ്മ അല്ലേ? അങ്ങനെ. പിന്നെ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. അതും ഈ സെയിം പേര് തന്നെ, വിശ്വശ്രീ വള്ളിയാനിക്കാട്ടമ്മ. ആ പേര് തന്നെയാണ്. ബുക്ക് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാ പേജിലേക്ക് കയറിയാൽ മതി. ഇൻസ്റ്റാ പേജ് കയറിയാൽ മതി. ഫോൺ നമ്പർ വല്ലതും കൊടുക്കണോ? ഫോൺ നമ്പർ ഉണ്ട്, ബയോലുണ്ടല്ലേ? അതിലുണ്ട്. അപ്പൊ എങ്ങനെയാ ഈ കൈകൊട്ടിക്കളിയിലേക്ക് എങ്ങനെയാ? നിങ്ങളൊക്കെ ഡാൻസ് പഠിച്ചവരാന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഇതിലേക്ക് വന്നത് എന്താണെന്ന് പറയാമോ? ഇത് നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഇതിൽ നിൽക്കുന്ന ഇപ്പൊ മാലികലമ്മ എന്ന് പറഞ്ഞ ടീമാണ്. അപ്പം അവരുടെ കളി ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് വന്ന അതെ, തിരുവാതിരകളി ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് മെയിൻ ആയിട്ട് ആദ്യം. പിന്നീടാണ് ഈ കൈകൊട്ടിക്കളിയിലേക്ക് മാറിയത്. അവിടെ വന്നപ്പോൾ അത്യാവശ്യം വർക്ക് കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാവർക്കും ഇതാണ് ഇഷ്ടം. കാരണം ഇത് ഇച്ചിരി കൂടെ ഒരു വൈബ് തോന്നുന്ന ഒരു കളിയാണ്. സ്ലോ അല്ല. തിരുവാതിര എന്ന് പറയുമ്പോൾ ഒരു സ്ലോ ആണ്. ഇത് ഇച്ചിരി വൈബ് തോന്നുന്ന കളിയാണ്. മോശമല്ല പറഞ്ഞ ഇത് ഇച്ചിരി കൂടെ വൈബ്. ഇപ്പം ആരവല്ലിക്കാവിലുണ്ട്, കാഞ്ഞിരമറ്റമ്പലത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ മാസം തന്നെ 26-ാം തീയതി ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് അവരുടെ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് വളരെയേറെ അഭിനന്ദനങ്ങൾ ഇവിടെ വന്നിരുന്ന ഭക്തജനങ്ങളെ, കാണികളൊക്കെ അവർക്ക് നൽകുകയുണ്ടായി. ഞങ്ങളുടെ കമ്മിറ്റിക്കാരുടെ അടുക്കൽ വന്നും അവരെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അടുത്ത വർഷം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ വെക്കണമെന്ന് ഭക്തജനങ്ങളിൽ നിന്നൊരു ആവശ്യം ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് ഈ വർഷവും ഞങ്ങൾക്ക് അവരെ തന്നെ വിളിച്ച് നടത്താനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു. മറ്റ് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികളിലോ ഇവരുടെ പരിപാടി ഉൾക്കൊള്ളിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി 10-ാം തീയതി നമ്മുടെ കൈകൊട്ടിക്കളി ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ എല്ലാവരും ഞങ്ങളുടെ പ്രോഗ്രാം കണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ട ബുക്കിങ്ങുകളൊക്കെ എല്ലാവരും തരിക. അപ്പോൾ ഫെബ്രുവരി 10-ാം തീയതി കാണാം.